സിനോ തോമസ്, ഇന്നത്തെ തെരച്ചിലിന്റെ ഏകദേശം തെരച്ചിൽ വൈൻഡപ്പ് ചെയ്യുന്നു എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. കാരണം സൈന്യം അടങ്ങുന്നു, ഭാഗികമായി മാത്രമാണ് ഇനി സൈനിക സാന്നിധ്യം ആ മേഖലയിൽ ഉള്ളത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സിനോജിന് ലഭിക്കുന്നത്? സുജയ പാർവതി, ഓപ്പറേഷൻ സൺറൈസ് വാലിയുടെ 3-ാം ദിനത്തിലെ ദൗത്യം പൂർത്തിയാകാൻ വേണ്ടി പോകുന്നു. ദൗത്യം പൂർത്തീകരിച്ചു. ദൗത്യ സംഘത്തെ ഉടൻ തന്നെ കൽപ്പറ്റയിലെത്തിക്കുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ഈ കാണുന്ന കൽപ്പറ്റയിലെ SKMJ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഇന്ന് അവിടെ നടത്തിയ തെരച്ചിൽ ഏകദേശം 6-7 കിലോമീറ്റർ നടന്ന ഈ സൺറൈസ് വാലിയുടെ താഴ്വാരത്ത്, അതായത് സൂചിപ്പാറയുടെ ഭാഗത്തൊക്കെ തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു. ഒരു കാലിൻ്റെ ഭാഗം, മൃതശരീരത്തിന് കാലിൻ്റെ ഭാഗം ലഭിച്ചെന്നാണ് സൈന്യം പറയുന്നത്. അതായിരിക്കും ആദ്യം കൊണ്ടുവരിക. അത് കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് മാറ്റും. ഇന്നലെയും മിനിങ്ങാനും ഇതേ രീതിയിൽ തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്നലെ മൃതശരീരത്തിന്റെ ഭാഗങ്ങൾ ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ഇന്ന് കൂടുതൽ സംഘത്തെ ഇറക്കിയത്. ഇന്ന് 24 അംഗ സംഘത്തെയാണ് ഈ മേഖലയിലേക്ക് എയർ ഡ്രോപ്പ് ചെയ്തത്. ഇന്നലെയും മിനിങ്ങാനും 12 വീതമുള്ള 2 സംഘങ്ങളായിട്ടായിരുന്നു പോയത്. ഇന്ന് പക്ഷേ 3 സംഘങ്ങളായി 24 വരെ ഇറക്കിയുള്ള വലിയൊരു തെരച്ചിലാണ് ആ മേഖലയിൽ നടത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഗ്രൗണ്ടിലാണ് ഈ ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഇന്ന് രാവിലെ SPG സംഘം എത്തി ഇവിടെ നിന്ന് സുരക്ഷാ പരിശോധന നടത്തുകയും ഇവിടെ താൽക്കാലിക ഹെലിപ്പാഡ് നിർമ്മിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ റവന്യൂ ജില്ലാ ഭരണകൂടമൊക്കെ തന്നെ ഇവിടെ വന്ന് താൽക്കാലിക ഹെലിപ്പാഡ് നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെയുള്ള എംസാൻഡ് ഉൾപ്പെടെയുള്ള മറ്റ് സാധനങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഇറക്കിയിരിക്കുന്നത്. റവന്യൂ വകുപ്പോട് അളന്ന് കുറ്റിയൊക്കെ തന്നെ അടിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ ദൗത്യ സംഘത്തെ ഇറക്കാനുള്ള ഹെലികോപ്റ്റർ കൂടി ഇവിടെ ഇറങ്ങേണ്ടതുണ്ട് എന്ന് സൈന്യം പറയുകയും ജില്ലാ ഭരണകൂടത്തോട് പറഞ്ഞ് ഇവിടെ നിന്നുള്ള സജ്ജീകരണങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 5-ന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, പന്തൽ ഇടുന്ന ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിരുന്നു. അതൊക്കെ തന്നെ പൊളിച്ചു മാറ്റുന്നതും കണ്ടിരുന്നു. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം മന്ത്രിസഭ ഉപസമിതി യോഗമുണ്ട്. 6:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ സമയത്ത് നാളെ മുതലുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കുമെന്നാണ് അറിയിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഇനി ഉണ്ടാകുമോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രിമാർ അറിയിക്കുമെന്നാണ് സൈന്യം പറഞ്ഞിരിക്കുന്നത്. കാരണം ഹെലിപ്പാഡ് വേണം സൈന്യത്തിന്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചോപ്പർ ഉപയോഗിച്ച് ഈ രക്ഷാദൗത്യം നടത്തണമെങ്കിൽ ഹെലിപ്പാഡ് വേണ്ടതുണ്ട്. പ്രധാനമന്ത്രിക്ക് ഇറങ്ങാനും ഹെലിപ്പാഡ് വേണ്ടതുണ്ട്. ഇനി ഇത്രയധികം സംഘത്തെ ഇറക്കി തെരച്ചിൽ നടത്തിയിട്ടും ഒരു ശരീരത്തിന്റെ ഒരു കാൽഭാഗം മാത്രമാണ് അവിടെ ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും ദുഷ്കരം നിറഞ്ഞ, അപകടം നിറഞ്ഞ ഒരു ദൗത്യമാണ് അവിടെ നടക്കുന്നത്. സൈന്യമുണ്ട്. സൺറൈസ് വാലി, ഓപ്പറേഷൻ സൺറൈസ് വാലി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കഴിഞ്ഞ 3 ദിവസവും അവിടെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തോട് അനുബന്ധിച്ച് കിടക്കുന്ന വനമേഖലകളിലടക്കം തെരച്ചിൽ നടന്നത്. ആ തെരച്ചിലിൽ ഇന്നിപ്പോൾ ഒരു ശരീരഭാഗമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസവും ശരീരഭാഗം കിട്ടിയിരുന്നു. ഇനിയിപ്പോൾ നാളെ അവിടെ തെരച്ചിൽ നടത്തേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. നമുക്ക് സിനോ തോമസ് കൂടുതൽ വിവരങ്ങൾ നൽകും. ദീപക് മോഹൻ ചൂരൽമലയിലുണ്ട്. ഒപ്പം VS രഞ്ജിത്ത് പുത്തുമലയിൽ സംസ്കാര ചടങ്ങ് നടക്കുന്ന ഇടത്താണുള്ളത്. ദീപക് മോഹൻ, ചൂരൽമല ഭാഗങ്ങളിൽ ഇനിയിപ്പോൾ ഒരു ജനകീയ തെരച്ചിൽ അത് മാത്രമായിരിക്കില്ലേ ബാക്കി? സുജയ പാർവതി, നിലവിൽ നാളെ ഒരു ജനകീയ തെരച്ചിൽ ഈ ചൂരൽമലയിലും മുണ്ടക്കൈ പ്രദേശങ്ങളിലുമുണ്ട്. മിക്ക ക്യാമ്പുകളിലുമുള്ള ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തി നാട്ടുകാരുടെ സഹായത്തോടുകൂടി, ഒപ്പം ഫയർഫോഴ്സും ഉണ്ടാകും. നാളെ ഈ ചൂരൽമല ടൗണിന് സമീപവും ഒപ്പം ചൂരൽമല വില്ലേജിന് സമീപം, അതുപോലെ തന്നെ മുണ്ടക്കൈ താഴ്ഭാഗം, പുഞ്ചിരിമട്ടം തുടങ്ങിയ പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ നടത്താനാണ് ഉള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഇന്നത്തെ തിരച്ചിൽ, താൽക്കാലികമായി ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ചൂരൽമല ിലേക്ക് പോകുന്ന അങ്ങാടിയുടെ കടക്കുന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, ഈ തിരച്ചിൽ അവസാനിപ്പിച്ച് ആളുകൾ മടങ്ങുകയാണ്. വാഹനങ്ങളെല്ലാം തന്നെ ഈ ഭാഗത്തേക്ക്, ഈ റവന്യൂ വകുപ്പിന്റെ ഭക്ഷണ സ്വീകരണ കൗണ്ടറിന്റെ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് തിരികെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ വെള്ളാർമല സ്കൂളിന് സമീപമുള്ള പ്രദേശത്തും ഒപ്പം വെള്ളാർമല സ്കൂളിന് പുറകിലുള്ള പടവെട്ടിക്കുന്നിലോട്ട് പോകുന്ന ഭാഗത്തുള്ള വീടുകളുടെ പ്രദേശത്തുമെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും ആ ഭാഗത്തൊന്നും കണ്ടെത്താനായില്ല. ഈ ഉരുൾപൊട്ടലുണ്ടായ അന്നു മുതൽ ആ ഭാഗങ്ങളിൽ തിരച്ചിൽ, അതായത് വെള്ളാർമല സ്കൂളിന്റെ പകുതിയോളം വരുന്ന പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും പടവട്ടിക്കുന്നിലേക്ക് കയറുന്ന പ്രദേശത്ത് തിരച്ചിൽ നടത്താനായില്ല. അവിടെ 2 വീടുകൾ മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. ആ ഭാഗത്ത് വീടുകൾ പൊളിച്ചുള്ള തിരച്ചിൽ അന്ന് NDRFും ഫയർഫോഴ്സും നടത്തിയിരുന്നു. ഇനിയും ആ ഭാഗത്ത് മൃതദേഹങ്ങൾ കണ്ടുകിട്ടാനുണ്ട് എന്നുള്ള സൂചനയെ തുടർന്നാണ് ആ ഭാഗത്ത് തിരച്ചിൽ നടത്തിയത്. നാളെ വീണ്ടും അവിടെ തിരച്ചിൽ കൂടുതൽ വിശദമായി തന്നെ ഉണ്ടാകും. അവിടെയുള്ള പ്രദേശവാസികളോട് കൂടി സംസാരിക്കുക. അവിടെ ഇനി കണ്ടെത്താനുള്ളത് എത്ര പേരെയാണ്? അതാണ് നമുക്കും ഇനി വേണ്ട വിവരങ്ങൾ. അതായത് ഇനി തെരച്ചിൽ നടത്തേണ്ട ഭാഗങ്ങൾ, പടവട്ടിക്കുന്നിലേക്ക് പോകുന്ന ഭാഗത്ത് എത്ര പേരെയാണ് കാണാതായിട്ടുള്ളത്? ഇനിയും ക്യാമ്പുകളിൽ ഉള്ളതായോ അല്ലെങ്കിൽ ദേഹഭാഗങ്ങൾ കിട്ടിയതായോ അങ്ങനെയൊന്നുമുള്ള വിവരങ്ങൾ കിട്ടാത്ത മനുഷ്യരുണ്ടാകും. 150ഓളം പേർ അങ്ങനെ അവശേഷിക്കുകയാണ്. അവർക്കായുള്ള തെരച്ചിലാണ് ഇനി നമ്മൾ നടത്തേണ്ടത്. അവർ മറ്റെവിടെയെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടോ, ക്യാമ്പുകളിലുണ്ടോ, അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ കൂടുതലായി നമുക്ക് ശേഖരിക്കാം. അത് നമുക്ക് പ്രേക്ഷകരിലേക്കും എത്തിക്കാം.